ഞങ്ങളുടെ ജയഭാരതി ഇവിടെ കൊണ്ടുവന്ന് തടങ്ങി വെച്ചിരിക്കുന്നു. ഞങ്ങളെല്ലാം പാടി രസിക്കുന്നു. അപ്പൊ മണിയമ്പിള്ളച്ചേരൻ സീഡി വേഷത്തിൽ വന്ന് ഞങ്ങളുടെ കൂടെ പാടുന്നു. ഒരു ഉഗ്ര സ്റ്റണ്ട്. നമുക്ക് ആദ്യം സ്റ്റണ്ട് കളിച്ചു നോക്കാം. മണിയമ്പിള്ളച്ചേരന് സ്റ്റണ്ട് കളിക്കാൻ അറിയാവോ? ഓ, ഞാൻ അവന് ഒരു തണ്ടി. എന്റെ മുട്ടട ഞാൻ ഒരു തൊഴിൽ വെക്കാൻ നീയാണ് അവനെ ഈ പരിവത്തിലാക്കിയത്. സത്യം പറ, നീ ആ ചെറുക്കന്റെ തലയറിഞ്ഞു പൊട്ടി കല്ലെടുത്തെറിഞ്ഞതാ. അപ്പം പൊട്ടിയതാ. നിന്നെ കൊണ്ട് കിടക്കം പറഞ്ഞു പൊട്ടിയാണ്. ഒന്നോനെ അതോ വല്ലോ ബാക്കി വെച്ചിട്ടുണ്ടോ? എന്തിനാ മക്കളെ എന്നും ഇങ്ങനെ ആ മനുഷ്യന്റെ കയ്യിൽ നിന്ന് തല്ല് മേടിക്കുന്നേ? നിനക്ക് ഒരു ദിവസമെങ്കിലും ആണുങ്ങളെ പോലെ ജീവിച്ചൂടെ? എന്തോടാ വന്നു കാഴ്ച കാണുന്നത്? അപ്പുറത്തൊക്കെ വഴിന്ന് പഠിക്കണം. വന്നു വല്ലതും കഴിക്കും. എനിക്കൊന്നും വേണ്ട. എന്നാ വന്ന് കിടന്ന് ഉറങ്ങും. മണിയുണ്ടോ? ഉണ്ടുണ്ട്. ഒരുത്തനിപ്പോ വേണ്ടത് ഒരുത്തന്നെ കൂടി മാറിയുള്ളൂ. അടുത്തതിന് നിനക്കാ. ഞാൻ കിടക്കാൻ പോവാ. വിളക്കടച്ചേക്കണം. എന്താ? ഞാൻ അവനെ ഒരുപാട് തല്ലി. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. പിള്ളേരെ തല്ലുമ്പോ കുറച്ചൊക്കെ കണ്ണും മൂക്കും വേണം. ചെറ്റ വെള്ളക്കല്ലേ ചങ്ക് നോവൂ. കമലത്തിന്റെ അമ്മേ, എടാവോ നീയായിരുന്നോ? മണിഞ്ചിട്ട അങ്ങനെ കണ്ടിട്ട് സിനിമയിൽ ആരെപ്പോലുണ്ട്? മുടിയൊക്കെ മധുവിനെ പോല. നീ പോയി സിഗരറ്റ് എടുത്തുണ്ടോ? അവിടെ പോകരുത്. ഞാൻ പോയി അമ്മയുടെ അടുത്ത് പറയാം. എടാവേ, പിന്നെ എന്തൊക്കെയാ നാട്ടുവിശേഷങ്ങൾ? മണിയമ്പിള്ള സിഗരറ്റ് വലിക്കോ? ഞാൻ വലിക്കല. അത് മോശം. ചെറുപ്പക്കാരായാൽ വല്ലപ്പോഴൊക്കെ ഒന്ന് വലിക്കണ്ടേ? വേണ്ട വേണ്ട, ചീത്തയാ. MGR വലിക്കത്തില്ലല്ലോ. അയ്യോ അയ്യോ. അണ്ണ, മണിയഞ്ചേട്ടന്റെ ഒരു ഫോട്ടോ എടുക്കണം. ഞാൻ വാക്ക് കൊടുത്താണ്, എടുത്തേ പറ്റൂ. മണിയമ്പിള്ളക്ക് ഇങ്ങനെയൊക്കെ മതിയോ? ഇത്തിരി മേക്കപ്പ് ഒക്കെ വേണ്ടേ? മേക്കപ്പ് ഒന്നും വേണ്ട. ഇതാണ് മണിയഞ്ചേട്ടന്റെ മേക്കപ്പ്. എന്നാ ശരി, വാ മണിയമ്പിള്ളേ.
നീ അകത്തോട്ട് തന്നെ. നീ നിൽക്കുന്നോണ്ടാ മണിയമ്പിള്ളക്ക് വിഷമം. നീ ചെല്ല്. പിന്നെ ആ ഇനി ആ തൊപ്പി എടുത്ത് വെച്ചോ. അമ്മേ, നീ ആള് കാണാൻ പാമാണല്ലോടാ മണിയമ്പിള്ളേ. എന്നാലും നിന്റെ കാര്യം മഹാ കഷ്ടം തന്നെ. എന്തൊക്കെ അവനെ ഇട്ട് വട്ട് കളിപ്പിച്ച്. അവൻ ആള് മിടുക്കനാമേ. ആവശ്യത്തിനുള്ള കാര്യവരൊക്കെ അവനുണ്ട്. എന്തായാലെന്താ, തല തിരിഞ്ഞു പോയില്ലേ എന്ന് വെച്ച് തള്ളയ്ക്ക് തള്ളി പറയാൻ പറ്റുമോ? ഇവളെ വലിയ കാര്യവാ. അയ്യോ അണ്ണാ, ആളൊരു പൊങ്ങിനോ ഒന്ന് പൊക്കി കൊടുത്തേച്ചാൽ മതി, എന്ത് വേണേലും കൊണ്ടുതരും. നിന്നെക്കാളും 4 മാസത്തിനിളപ്പവാ. നീ തുലാത്തില്, അവൻ കുംഭത്തില്. എന്നോടൊരു സിനിമയ്ക്ക് കാശ് ചോദിച്ചു, ഞാൻ കൊടുത്തു. അതാ അവന്റെ ലോകം. ആരും സിനിമ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ അവൻ എന്നേ ചത്തേന്. പക്ഷെ എനിക്ക് ഉപകാരിയാ. വല്ലപ്പോഴും മില്ലി പോയി നെല്ലൊക്കെ കുത്തിക്കൊണ്ടുവരും. എന്നോട് അവസാനം താങ്ക് യു ഒക്കെ അടിച്ചു. അതൊക്കെ ഇവിടെ വികൃതിയാ. നിന്നെയാണെന്ന് തോന്നുന്നു. ആഹാ, നീ പോയില്ലേ? എന്റെ ഫോട്ടോ എന്താ? എടാ അതിന് ഡെവലപ്പ് ചെയ്ത് പ്രിന്റ് ഒക്കെ എടുക്കണ്ടേ? നീ പോയി 2 ദിവസം കഴിഞ്ഞ് വാ. ഉള്ളതാണോ കമലത്തിന്റെ അമ്മ അന്നം പറഞ്ഞേ? അവൻ എന്തോ പറഞ്ഞു? കമലത്തെ കെട്ടാൻ പോണ ആളാണെന്ന്. നീ ഇങ്ങോട്ട് വാ. നീ കണ്ടോ? എങ്ങനെയുണ്ട്? കൊള്ളാമോ? ആരാ അത്? അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാ. ബോംബെയിൽ വലിയ ഉദ്യോഗസ്ഥനാ. എന്താണ് ഈ കാണിച്ചത്? എനിക്ക് കഞ്ഞി വേണ്ട. അതിന് പാത്രം എടുത്തറിഞ്ഞത്? എനിക്ക് തോന്നിയിട്ട്. എന്താ മക്കളെ കാര്യം? നീ അമ്മയോട് പറ. എനിക്കൊരു ജോലി വേണം. അച്ഛൻ പറഞ്ഞ ജോലി എനിക്ക് വേണം. ഇതിനിപ്പോ പ്രത്യേകമായിട്ട് അവിടെ ചെന്ന് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ ഇഷ്ടമാണെങ്കിൽ എപ്പോ വേണമെങ്കിൽ കൊണ്ടുചെല്ലാനാ പറഞ്ഞിരിക്കുന്നു. അത് നേരാ. പക്ഷേ എങ്കിൽ അവൻ അവിടെ ചെന്ന് എങ്ങനെ പിഴയ്ക്കുമെന്നോ എന്ന് പറഞ്ഞാൽ ഞാൻ വലഞ്ഞു പോകത്തേ ഉള്ളൂ. ഇപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു മാർഗം ആയില്ലെങ്കിൽ എന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ അവൻ ആരാ ഉള്ളേ? നീ ഒരു കാര്യം ചെയ്യും, അവന്റെ വേഷമൊക്കെ എടുത്തൊന്ന് കഴുകിയിടും. ഉള്ളത് വൃത്തിയായിട്ടെങ്കിലും ഇട്ടുകൊണ്ട് പോകാമല്ലോ. കളികോട്ട് വൃത്തിയാക്കി. അണ്ണ അണ്ണ ഇനി വന്നേ അണ്ണ. നിക്ക്, ഇനി വന്നേ അണ്ണ. ഒരു കാര്യം പറയട്ടെ. ഇതൊന്ന് നോക്കിക്കോണേ. സമ്മതിക്കില്ലല്ലോ. അണ്ണ ഒരു കാര്യം അറിഞ്ഞ, എനിക്ക് എറണാകുളത്ത് ജോലി കിട്ടി. അത് ഞാൻ ഇന്നലെ അറിഞ്ഞില്ലേ. എറണാകുളത്ത് കൊട്ടകയുണ്ടോ അണ്ണ? കൊള്ളാം. അവിടെ അതല്ലേ ഉള്ളൂ. 6 or 7 കാണണം. വലിയ വലിയ കൊട്ടകയായിരിക്കും അല്ലയോ? പിന്നെ വലിയ കൊട്ടാരം പോലെയുള്ള കൊട്ടകയല്ലേ. ഒന്നിന് മീതെ ഒന്ന്, രണ്ടിടത്തും ഒരേ സമയത്ത് 2 കളി. ഇനി മണിയമ്പിള്ളയ്ക്ക് മാറി മാറി ഇഷ്ടം പോലെ പടം കാണാമല്ലോ. അവിടെയൊക്കെ പടം കണ്ട വേറൊരു മേന്മയും കൂടി ഉണ്ട്. പടങ്ങൾ കാണണമെങ്കിൽ അവിടെ വെച്ച് കാണണം.
നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോഴേക്കും കാണാൻ കൊള്ളാമെന്നൊക്കെ അവന്മാർ കണ്ടിട്ടറിയില്ലേ? ആട്ടെ, മണിയമ്പിള്ള ഇനി എന്നാ വരുന്നേ? അത് അച്ഛൻ കൊണ്ടുവരുമ്പോ. ആ, എന്നാ ഇത് വച്ചോ. മണിയമ്പിള്ളയ്ക്ക് അണ്ണന്റെ വക ഒരു സിനിമ കാണാനുള്ള കാശ്. പിന്നെ വലിയ വലിയ കൊട്ടയിലൊക്കെ ഇരുന്ന് സിനിമ കാണുമ്പോഴേ ഈ പാവം പിടിച്ച അണ്ണനെ മറന്നു കളയരുത് കേട്ടോ. ചേച്ചി ചേച്ചി, നീ എറണാകുളത്ത് പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല, പക്ഷേ ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്. വലിയ പട്ടണമാ. നാളെ എന്നെ എപ്പോഴാ പോന്നെ? രാവിലെ 8:30 മണിക്ക്. അതിനു മുമ്പ് വന്ന ഇന്നാളെ ചോദിച്ച പാട്ടുദിവസം തരാം. അപ്പോ നിന്റെ കാര്യം രക്ഷയായല്ലോടാ മണിയാ. എവിടെയാ പണി? അങ്ങ് എറണാകുളത്ത്. എന്തുവാ പണി? അത് അച്ഛനെ അറിയത്തുള്ളൂ. ഞാൻ കമലത്തിന്റെ അമ്മയുടെ അടുത്ത് പറയാൻ വന്നതാ. എനിക്ക് ഉടനെ പോണം. മുണ്ടൊക്കെ മടക്കി വെക്കണം. ഇതാ, ഇത് വെച്ചോ. നീ പോയി നന്നായി വാ. കമലം എന്തിയെ കമലത്തിന്റെ അമ്മേ? അവൾ അപ്പുറത്തെങ്ങാണ്ടുണ്ട്. എന്നാ ഞാൻ പോവുക. മണിയൻ ചേട്ടാ, കോൾ അടിച്ചല്ലോ. എവിടെയാ ജോലി? അങ്ങ് എറണാകുളത്ത്. ഇവിടുന്ന് 3 മണിക്കൂർ ബോട്ടേ ഇരിക്കണം. എന്തോ പണി? അതറിയാൻ മേല. അച്ഛനാ പറഞ്ഞ്. എപ്പോ പോവും? നാളെ. എറണാകുളത്തൊക്കെ പോയാ ചേട്ടൻ ഞങ്ങളെങ്ങനെ ഓർമ്മിക്കൂ? ഞാനെന്നും ഓർമ്മിക്കും. ഇന്ന് പോവണ്ടെന്നോ? കണ്ടോ, പോകാൻ പോകുന്നു പറയുന്നതിന് മുമ്പ് തന്നെ എല്ലാം മറന്നല്ലോ. ഞാൻ വിചാരിച്ചു ചേട്ടൻ എന്നോട് സ്നേഹമുണ്ടെന്ന്. എനിക്ക് വലിയ സ്നേഹമാണ്. ചേട്ടൻ പോയോ? ചേട്ടൻ ഇന്നലെയാണല്ലോ പോയത്. മണിയൻ ചേട്ടൻ എവിടെയായിരുന്നു? ചേട്ടൻ എത്ര നേരം കാത്തിരുന്നോ? മറ്റേ ആള് പോയോ? ആര്? കമലത്തെ കല്യാണം കഴിക്കാൻ പോണ ആള്. മണിയൻ ചേട്ടന്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അതിരിക്കട്ടെ, മണിയൻ ചേട്ടൻ കല്യാണത്തിന് വരുമോ? അയ്യോ, അത്ര പെട്ടെന്നൊന്നും എറണാകുളത്തുനിന്ന് വരാൻ ഒക്കത്തില്ലെന്നാ അച്ഛൻ പറഞ്ഞു. വലിയ ദൂരമാ. ഞാൻ പോട്ടെ. മണിയൻ ചേട്ടാ, അപ്പോ അമ്മ തന്നപ്പോ വാങ്ങിയതോ?